വ്യവസ്ഥാപിത മതങ്ങളെല്ലാം തന്നെയും വിഭൂതി അല്ലെങ്കിൽ ചാരം അതിൻ്റെ ഒരു മത പ്രതീകമായി എല്ലായിടത്തും അവതരിപ്പിക്കുന്നുണ്ട്. അത് ആധ്യാത്മികമായ അർത്ഥങ്ങളും ആചാരങ്ങളും ആണ്. ഒപ്പം തന്നെ അത് ഭൗതികമായ ചില ആവശ്യകതകൾ കൂടി സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഭാരത പാരമ്പര്യത്തിൽ രാവിലെ ഭസ്മം നനച്ചും വൈകിട്ട് നനയ്ക്കാത്ത ഭസ്മവുമാണ് ഉപയോഗിക്കുക. നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഭാരതത്തിൽ പ്രത്യേകിച്ച് ഹിമാലയ സാനുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഋഷിമാർ ഐസ് പോലത്തെ സ്ഥലത്ത് അല്ലെങ്കിൽ -ഡിഗ്രിയിൽ ജീവിക്കുന്നവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഭൗതികമായൊരു ധ്വനിയുണ്ട്. അവരുടെ ശരീരം മുഴുവൻ ചാരം പൂശിയിട്ട് അവർ ജീവിക്കുക. സ്വാഭാവികമായിട്ടും തണുപ്പിനെ അതിജീവിക്കാൻ അങ്ങനെ ഭൗതികമായ ചില അർത്ഥങ്ങൾ ചാരത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് രാവിലെ ചാരം നനച്ചും വൈകിട്ട് ചാരം ഉണങ്ങിയ ചാരവും ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നനഞ്ഞ ചാരത്തിന് അധിക വിയർപ്പിനെ വലിച്ചെടുക്കാനായിട്ട് കഴിവുണ്ടെന്നും ഉണങ്ങിയ ചാരത്തിന് അണുക്കളെ കൊല്ലുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുമുള്ളതാണ് ഭൗതികമായ അർത്ഥം. വിഭൂതി ബുധൻ അഥവാ ക്ഷാരബുധൻ അത് ഒരു തുടക്കമാണ്, നമ്മുടെ മാറ്റത്തിൻ്റെ തുടക്കമാണ്, അനുതാപത്തിൻ്റെ പ്രഖ്യാപനമാണ്. ലത്തീൻ റീത്തിൽ പ്രകാരം വിഭൂതി ബുധൻ തുടങ്ങി വലിയ ആഴ്ച വരെ 40 ദിവസമാണ്. അതുകൊണ്ടത് 40 ദിവസത്തെ ആചാരമായിട്ടാണ് ലത്തീൻ റീത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഭൂതിക്ക് മുമ്പുള്ള ദിവസങ്ങളും വലിയ നോമ്പ് ദിവസങ്ങളും കൂട്ടിയിട്ട് 50 ദിവസമാണ് നമ്മുടെ കാലഘട്ടം. അതായത് 50 നോമ്പ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പോൾ 40 നോമ്പായിട്ടും 50 നോമ്പായിട്ടും ഒക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഏതായാലും ലത്തീൻ റീത്തിൽ ഇത് യേശുവിൻ്റെ 40 ദിവസത്തെ ഉപവാസത്തിൻ്റെ സൂചനയായിട്ടാണ് ഇത് കണക്കാക്കുക. ഒപ്പം തന്നെ ഇത് പരിഹാര പ്രവർത്തികളുടെ ആരംഭമായിട്ടും കണക്കാക്കപ്പെടാറുണ്ട്. വിഭൂതിയുടെ ചരിത്രം നോക്കുമ്പോൾ AD 220 കാർത്തേജിലെ തെർത്തുല്യൻ എന്ന് പറയുന്ന വിശുദ്ധൻ ഒരു അനുതാപി പാപങ്ങളുടെ പരിപൂർണ മോചനത്തിന് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, തൻ്റെ അനുതാപം പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറയുന്നു. ഒരുവൻ്റെ അനുതാപം പരസ്യമായി പ്രഖ്യാപിക്കാൻ പല സാധ്യതകളുണ്ട്. വാക്കുകൊണ്ട്, കർമ്മം കൊണ്ട്, നിലപാടുകൊണ്ട് ഒക്കെ അത് പ്രഖ്യാപിക്കാൻ പറ്റും. അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിൻ്റെ ഭൗതികമായ ബാഹ്യമായ ഒരു പ്രഖ്യാപനമായിട്ടാണ് ചാരം പൂശലിനെ AD 220 തെർത്തുല്യൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കേസറിയയിലെ ഔസേബിയൂസ് എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതൻ 261 തുടങ്ങി 339 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മത നിരസിച്ചവർ, ഗൗരവമായ പാപങ്ങൾ ചെയ്തവർ ഒക്കെ പരസ്യമായി വിശ്വാസ പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. ഈ പരസ്യമായ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ സ്വാഭാവികമായും പശ്ചാത്താപത്തിൻ്റെ സ്വഭാവം അതിനുണ്ടാകണം. അതുകൊണ്ട് പരസ്യമായ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ ചാരം പൂശിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് എന്ന്, അല്ലെങ്കിൽ ചെയ്തിരുന്നത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവർഷം 1000 അനുബന്ധിച്ച് ഇംഗ്ലണ്ടിലെ സന്യാസിയായിരുന്ന അൻഷയിലെ എൽഫ്രിക് എന്ന് പറയുന്ന സന്യാസി നോമ്പാചരണത്തോട് അനുബന്ധിച്ച് പാശ്ചാത്യ നാടുകളിൽ നിർബന്ധമായിട്ടും ഈ ഭസ്മം പൂശുന്ന കർമ്മം ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1990 ബെനവെന്തോ കൗൺസിലിൽ ഉർബൻ 2 മാർപ്പാപ്പ റോമിൽ ചാരം പൂശൽ നിർബന്ധമാക്കി. അതുവരെ നിർബന്ധമായിട്ട് ചെയ്തിരുന്നില്ലെന്ന് സാരം. ഓരോരോ രീതിയിൽ അല്ലെങ്കിൽ ഓരോരോ സ്ഥലത്തെ
ആധ്യാത്മിക പിതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അങ്ങനെ തദ്ദേശപരമായിട്ടാണ് ചാരംപൂശലുണ്ടായിരുന്നത്. റോമിലെ ആഗമനം അല്ലെങ്കിൽ ലത്തീൻ സഭയിലെ ആഗമനം 1990 ഉർബൻ മാർപ്പാപ്പ ആണത്, ഉർബൻ രണ്ടാമൻ മാർപ്പാപ്പയാണത് തുടങ്ങിയത്. 1966 പോളാറാമൻ മാർപ്പാപ്പ പുറത്തിറക്കിയ പെനിത്തേമിനി എന്ന് പറയുന്ന രേഖയിൽ നോമ്പാചരണം വിഭൂതി ബുധനാഴ്ച എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നുള്ള വിശദമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെയാണത് ആ രേഖയിൽ പുറത്തിറക്കിയത്. ലത്തീൻ സഭയിലെ സഭാ നിയമങ്ങളനുസരിച്ച്, കാനോനുകളനുസരിച്ച് 1249 തുടങ്ങി 1253 വരെയുള്ള സഭാ നിയമങ്ങളിൽ വിഭൂതി ആചരണം, കുരിശുവര എപ്രകാരമായിരിക്കണമെന്ന് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ടത് എന്നും. റോമില് സ്വാഭാവികമായിട്ടും വിഭൂതി ആചരണങ്ങൾ മാർപ്പാപ്പയും വിശ്വാസികളുമൊക്കെ ചേർന്ന് സെൻറ്റ് ആൻസ്ലേം ദേവാലയത്തിൽ നിന്നും സൺഡേ സബീന ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി പോയിട്ടാണ് വിഭൂതി ആചരണം നടത്തുക. ആദ്യകാലങ്ങളിൽ ശിരസിൽ ചാരം ഇടുകയായിരുന്നു പതിവ്. പിന്നീട് സ്വാഭാവികമായും സ്ത്രീകളുടെ ശിരോവസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ശിരസിൽ ഈ ഭസ്മമിടൽ പ്രശ്നമായപ്പോൾ, അല്ലെങ്കിൽ പ്രായോഗിക പ്രശ്നമായപ്പോഴാണ് നെറ്റിയിൽ പൂശാൻ തുടങ്ങിയത്. ഇതിനോട് ബന്ധപ്പെട്ട് അമേരിക്കയിലെ രസകരമായൊരു ചടങ്ങുണ്ട്. രസകരമല്ല, അതിതാണ്. പള്ളിയിലെ കർമ്മങ്ങൾക്ക് ശേഷം പുരോഹിതൻ വിശുദ്ധ ഭസ്മവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങും. ആ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് താല്പര്യമുള്ളവർക്ക് ഈ പുരോഹിതൻ ഈ ഭസ്മം പൂശി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആഷ്ടുഗോ എന്നാണ് ആ ചടങ്ങിന് പറയുന്നത്. ആദ്യകാലത്ത് അത്ര പ്രചാരം ഉണ്ടായില്ല, ഇപ്പോഴത് വളരെ പ്രചാരമായിട്ട് വരുന്നുണ്ട്. നമ്മളൊരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിഭൂതിയുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് അത് മനുഷ്യൻ്റെ നശ്വരതയെ സൂചിപ്പിക്കുന്ന കാര്യമാണെന്നുള്ളത്. ഓരോ മനുഷ്യനും അവനവൻ്റെ നശ്വരത വെളിപ്പെടുത്തുകയും അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുകയും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത്. മർത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മരണമുള്ളവനെന്നാണ്, മൃത്യുബോധമുള്ളവനെന്നാണ്. അങ്ങനെ എനിക്ക് ബോധമുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് സത്യത്തിൽ ഭസ്മപൂശലിലൂടെ അറിയിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യനിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കണം. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ ഈ ഭസ്മപൂശലൊപ്പം തന്നെ സങ്കീർത്തനങ്ങൾ 39-ാം സങ്കീർത്തനത്തിൽ 5-ാം വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, ഇതാ അവിടുന്ന് നിന്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു. എൻ്റെ ജീവിതം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യമായിരിക്കുന്നു. മനുഷ്യൻ ഒരു ശ്വാസം മാത്രം എന്ന് പറഞ്ഞു. ഒരു ശ്വാസം മാത്രമാണ് മനുഷ്യൻ എന്ന് സങ്കീർത്തനൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വീണ്ടും നമ്മൾ 90-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 5-ഉം 6-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ല് പോലെയാണ് അവൻ. പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു, സായന്നത്തിൽ അത് വാടിക്കരിയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്ര ക്ഷണികമായ ജീവിതമാണ് നമ്മുടേത് എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു 30,000 ദിവസത്തിൻ്റെ ജീവിതമാണ് നമ്മുടേത്. 30,000 എന്ന് പറയുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. ഈ 30,000 ജീവിതങ്ങൾ കൃത്യമായിട്ട് 80 വയസ്സ് കൂട്ടി കഴിഞ്ഞാൽ അത്രയും ഇല്ല എന്നുള്ള ഒരു സുഖത്തിന് വേണ്ടി പറഞ്ഞാൽ 30,000 അത്ര ഉണ്ടാവില്ല. ഏതായാലും ഈ 30,000 മാക്സിമം ദിവസങ്ങളുടെ ഈ കളി കളിക്കുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതെന്നാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം പാപങ്ങളെ ഓർത്ത് വ്യക്തിപരമായ പശ്ചാത്താപം പ്രകടിപ്പിക്കലാണ്. അവനവൻ്റെ പാപങ്ങളെ ഓർത്ത് അവനവൻ തന്നെ പശ്ചാത്താപം അറിയിക്കലാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ ജോബ് പറയുകയാണ്, ജോബ് എന്ന് പറയുന്ന വിശുദ്ധനായ മനുഷ്യന്, ആ വിശുദ്ധനായ മനുഷ്യൻ പോലും പറയുകയാണ്, അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു,
പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. അപ്പോൾ വിശുദ്ധനായ ജോബ് പോലും പ്രഖ്യാപിക്കുകയാണ് താൻ പശ്ചാത്താപത്തിൻ്റെ ആവശ്യമുള്ളവനാണെന്ന്. നമ്മളിവിടെ വലിയ ഗമയിൽ വന്നിരിക്കുമ്പോൾ കുമ്പസാരമൊന്നും വലിയ ആവശ്യമില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് കൊണ്ടുപോകുമ്പോൾ ഇത് ഏറെ ചിന്തനീയമാണ്. വിശുദ്ധനായ ജോബ് പോലും പ്രഖ്യാപിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കേണ്ടവനാണ് എന്നുള്ളത്. അപ്പോൾ അവനവൻ്റെ പാപങ്ങൾ, നീതിമാൻ പോലും 7 പ്രാവശ്യം പാപം ചെയ്യുന്നു എന്നാണ് വചനം ഓർമ്മപ്പെടുത്തുക. അപ്പോൾ എത്ര വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരുവനായാലും ഏറെ പാപങ്ങളുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുകയും അവനവൻ്റെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ വിഭൂതി ആചരണത്തിൻ്റെ അർത്ഥം. മൂന്നാമതായിട്ട് അത് സമൂഹത്തിന് വേണ്ടിയുള്ള പശ്ചാത്താപത്തിൻ്റെ അറിയിപ്പാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ ഇടവക, എൻ്റെ കുടുംബ യൂണിറ്റ്, എൻ്റെ കുടുംബം, എൻ്റെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനം, അവിടെയൊക്കെ നടക്കുന്ന അഴിമതികളും അക്രമങ്ങളും തെറ്റായ കാര്യങ്ങളും പോരായ്മയുള്ള കാര്യങ്ങളും അതിനൊക്കെയും ഞാൻ പശ്ചാത്തപിക്കേണ്ടതുണ്ട് എന്ന് സാരം. അപ്പം ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഏതൊരു ഗ്രൂപ്പുണ്ടോ ആ ഗ്രൂപ്പിന് വേണ്ടി, ആ സമൂഹത്തിന് വേണ്ടി ഞാൻ പശ്ചാത്തപിക്കേണ്ടതുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അപ്രകാരം ഒരു സംഭവത്തെ വിവരിക്കുന്നുണ്ട് പ്രവാചകൻ. അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. പ്രവാചകൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ചത് അവന് വേണ്ടിയല്ല, ജനത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം സ്വാഭാവികമായും നമ്മൾ ജനത്തിന് വേണ്ടി, നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ പാപങ്ങളുടെ പരിഹാരമാണ്, പശ്ചാത്താപമാണ് ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത് എന്ന് സാരം. നാലാമതായി നമ്മൾ ആയിരിക്കുന്ന നാടിൻ്റെ പാപത്തിനുള്ള പശ്ചാത്താപമാണ് ഇതെന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഈശോ വിലപിക്കുകയാണ്, കൊറാസിൻ നിനക്ക് ദുരിതം, ബത്സീദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന സംഭവങ്ങൾ ടൈറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുതപിക്കുമായിരുന്നു. അപ്പോൾ നാടിൻ്റെ ശാപത്തിന് വേണ്ടി, നാടിൻ്റെ മോചനത്തിന് വേണ്ടി ഉപവസിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. ആർഎസിലെ വികാരിയായിരുന്ന ജോൺ മരിയ വിയാനി തൻ്റെ ഗൗരവമേറിയ പ്രായശ്ചിത്ത പ്രവർത്തികൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് സഹോദരനായ ഒരു വൈദികൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റെ ഇടവക ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് ഞാനിത് ഈ പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ നാടിൻ്റെ പാപങ്ങളുടെ പരിഹാരമാണ് ഇതെന്നർത്ഥം. അഞ്ചാമതായിട്ട് വരാനിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്താപ പ്രഖ്യാപനമാണ് ഇതെന്നുള്ളത്. കബായരുടെ 1-ാം പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 47-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരാൻ പോകുന്ന ദുരിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ വസ്ത്രങ്ങൾ കീറി ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി ഉപവസിച്ചതായിട്ട് നമ്മൾ കാണുന്നു. വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് ചാക്കുടുത്ത് ചാരം പൂശി പശ്ചാത്താപവും ഉപവാസവും ഒക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായം 1 തുടങ്ങി 3 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അത് പ്രകാരമാണ് ഈ സംഭവം അറിഞ്ഞ മൊർദെഖായി വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗരമധ്യത്തിലേക്ക് ചെന്നു. അപ്പം ഇത് അദ്ദേഹം ആ നാടിന് വരാൻ പോകുന്ന ശാപത്തെ ഓർത്തിട്ടാണ് അദ്ദേഹം ഈ പ്രവൃത്തി ചെയ്തത്. അപ്പം നാടിന് വേണ്ടിയിട്ടുള്ള വരാനിരിക്കുന്ന ദുരന്തത്തിൻ്റെ പ്രതീകം കൂടിയാണ്, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം കൂടിയാണ് ഈ ഉപവാസം എന്നർത്ഥം. ഇതൊക്കെയാണ് ക്രൈസ്തവപരമായ ബൈബിൾ തരുന്ന അർത്ഥങ്ങൾ എങ്കിൽ, ഈ ഭസ്മം പൂശലിൻ്റെ പ്രായോഗിക അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? പ്രായോഗികമായി സാധാരണഗതിയിൽ നെറ്റിയിൽ ഭസ്മം പൂശുമ്പോൾ, അച്ഛന്മാർ സാധാരണഗതിയിൽ നെറ്റിയിൽ വന്ന് കുരിശ് വരയ്ക്കുമ്പോൾ ഈ ആൾക്കാർ നെറ്റിയിൽ തൊലി ചുളുക്കി പിടിക്കും, അങ്ങനെ ഒരു പിടുത്തം പിടിക്കും. എന്തുകൊണ്ടാണ്? ഒരു അസ്വസ്ഥതയുള്ളതുകൊണ്ടാണ്. ഭസ്മം പൂശൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാണ്.
സ്വാഭാവികമായും ഈയൊരു നോമ്പുകാലത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന എല്ലാ തരത്തിലുമുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ സൂചനയാണ്, പ്രതീകമാണ് ഈ ഭസ്മം പൂശൽ എന്നാണ് പ്രായോഗികമായ അർത്ഥം. നമ്മൾ നെറ്റി ചുളിക്കുന്നു, ചിലർ കണ്ണടയ്ക്കുന്നു, അങ്ങനെയൊക്കെയുള്ള, കാരണം ആ ഒരു സ്വസ്ഥത നമ്മൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ സ്വസ്ഥത നഷ്ടപ്പെടുന്ന കാലമാണ്, അല്ലെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെടേണ്ട കാലമാണ്. ഒരാളുടെയും ഒരു സ്വസ്ഥതയും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തെ ഏശാതെ പോകുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഭൗതികമായ ശാരീരികമായ അസ്വസ്ഥതകൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, അത് ആന്തരികമായ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട്. ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല എന്ന് പറയുന്ന മനുഷ്യരൊക്കെയും ഈ നോമ്പിൻ്റെ ശരിയായ അർത്ഥങ്ങളിലൂടെ ഭൗതികമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകാൻ തയ്യാറാകാത്തവരാണ് എന്നുകൂടി നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്ന് സാരം. രണ്ടാമതായിട്ട് ചാരം പൂശൽ എളിമയുണ്ടാക്കുന്ന ഒന്നാണ്. ഞാൻ വെറും ചാരമാണ്, നെറ്റിയിൽ വലിയ അലങ്കാരപ്പണി ചെയ്യുന്നതിനപ്പുറത്തേക്ക് ചാരത്തിലേക്ക് ആണ് ഞാൻ പോകുന്നത് എന്ന് സാരം. സ്വാഭാവികമായും എൻ്റെ അഹത്തിൻ്റെ മേലുള്ള അടക്കാണ് ചാരം പൂശൽ എന്ന് തിരിച്ചറിയണം. എൻ്റെ അഹത്തിൻ്റെ മേലുള്ള അടക്കാണ് ചാരം പൂശൽ. അഹങ്കാരങ്ങളെ, അഹന്തകളെ, എന്നെ, ഞാനെന്ന ഭാഷയെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഞാനെന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഈ എന്നെ കൊല്ലാനായിട്ടുള്ള സാധ്യതയാണ്, അഹത്തെ കൊല്ലലാണ്, അഹത്തിൻ്റെ അടക്കാണ് ചാരം പൂശൽ എന്നുള്ള. മൂന്നാമതായിട്ട് ഇത് സ്വാഭാവികമായിട്ട് സൗന്ദര്യം നഷ്ടപ്പെടല, ഒരു വികൃതമാക്കൽ. വിവാഹത്തിന് പെൺകുട്ടി വലിയ ആഘോഷമായിട്ട് അണിഞ്ഞൊരുങ്ങി ലോകത്തിലൊരിക്കലും ചരിത്രത്തിലൊരിക്കലും ചെയ്യാത്ത അത്രയും അലങ്കാരം ചെയ്തിട്ട് വന്നിട്ട് വരുമ്പോൾ പഴയ കർമ്മത്തിൽ കാർമ്മികൻ ഒരു സങ്കീർത്തനം വായിക്കും. എന്തുണ്ടെന്ന് അറിയാം, അവളുടെ സൗന്ദര്യം ആന്തരികമാണ് എന്നുള്ളത്. അലങ്കാരമെല്ലാം ആന്തരികമാകണം എന്നൊരു പ്രഖ്യാപനമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നെറ്റിയിൽ ഭസ്മം പൂശി നല്ല പിള്ളേർ നല്ല അടിപൊളി പൊട്ടൊക്കെ തൊണ്ണൂറത്തിന് പകരമാണ് ഈ കുരിശൊക്കെ വരച്ച് വയ്ക്കും. അപ്പോൾ സൗന്ദര്യം നഷ്ടപ്പെടുത്തല. ഈ സൗന്ദര്യം നഷ്ടപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത് ആന്തരിക സൗന്ദര്യത്തിലേക്ക് കുറച്ചുകൂടി മനനം ചെയ്യപ്പെടേണ്ടതിൻ്റെ സാധ്യതയാണ്. അഞ്ചാമതായിട്ട് ഈ കുരിശ് എൻ്റേതല്ല, കുരിശെപ്പോഴും ക്രിസ്തുവിൻ്റേതാണ്. ക്രിസ്തുവിൻ്റെ കുരിശ് ഞാനെന്തിനാ ചുമക്കണത്? അത് ഈ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ധ്യാനിക്കുന്ന ശെമയോൻ്റെ കുരിശ് വഹിക്കലുണ്ട്. അതെന്താ ഇതിൻ്റെ സൂചന? യേശുവിൻ്റെ കുരിശ് വഹിക്കാൻ സഹായിച്ചവനാണ് ശെമയോൻ. ഈ ശെമയോനെ പോലെ ഞാനും യേശുവിൻ്റെ കുരിശ് വഹിക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനമാണ്. ഞാനെങ്ങനെയാണ് യേശുവിൻ്റെ കുരിശ് വഹിക്കുക? തീർച്ചയായിട്ടും അവരെൻ്റെ വേദനകളെ ഞാൻ ഇല്ലാതാക്കുമ്പോൾ, അവരെന്നെ സഹായമായി മാറുമ്പോൾ ഒക്കെ ഞാൻ യേശുവിൻ്റെ കുരിശാണ് വഹിക്കുന്നത്. അതുകൊണ്ടല്ലോ അവസാന വിധിയിൽ പറയുന്നത്, ഈ എളിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന്. അപ്പോൾ സ്വാഭാവികമായും ഇത് ശെമയോൻ്റെ കുരിശ് വഹിക്കലോട് പങ്കുചേരലാണ് നമ്മൾ നെറ്റിയിൽ കുരിശ് വഹിക്കുന്നതിനോട് സൂചന എന്നർത്ഥം. ആറാമത്തെ ഭൗതികമായ അർത്ഥം, ഇത് അണുക്കളെയും വിയർപ്പിനെയൊക്കെ വലിച്ചെടുക്കുന്ന കാര്യമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സ്വാഭാവികമായും ഈ ഭസ്മം പൂശൽ നമ്മുടെ ജീവിതത്തിലെ അഴുക്കുകളെ, നമ്മുടെ ദുശീലങ്ങളെ, നമ്മുടെ പാപത്തിൻ്റെ കറകളെ, നമ്മുടെ പ്രലോഭനങ്ങളെ ഒക്കെ വലിച്ചെടുത്ത് വിശുദ്ധീകരിക്കാൻ ഈ ഭസ്മം പൂശൽ നമുക്ക് പ്രേരകമാകട്ടെ. ഈ ഭസ്മം പൂശൽ അർത്ഥവത്തായിട്ട് ആചരിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.